ഹായ് ആൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ എന്താ വിശേഷം എന്നല്ലേ, വേറെ ഒന്നുമല്ല, നമ്മുടെ പാറുക്കുട്ടിയുടെ തലമുടി മൊട്ടയടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് നേർച്ച ഉണ്ടായിരുന്നു പഴനിക്ക്. അപ്പോൾ ഇപ്പോൾ പഴനി പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് വന്നത്. അപ്പോൾ ഇവിടുന്ന് മൊട്ടയടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കീത്തു മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല, അവൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട്. ബാക്കി ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് ദർശവും പാറുവോട് ഓടി കളിക്കുകയായിരുന്നു കേട്ടോ. ദർശപ്പിന് ഭയങ്കര സന്തോഷമായി അവിടെ വന്നപ്പോൾ. രാവിലെ പിള്ളേരൊന്നും കഴിക്കാത്തതുകൊണ്ട് രണ്ടാൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അവലും മലരും അവരെ കൊണ്ടുവച്ചപ്പോൾ രണ്ടുപേരും അതിലേക്ക് ചാടി വീണു. ദർശു അത് കിട്ടാൻ വേണ്ടി ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അവന് വിശപ്പ് ഭയങ്കരമായിരുന്നു. രാവിലെ കൊടുത്തിട്ടൊന്നും രണ്ടുപേരും കഴിച്ചില്ല. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ. ഇവിടെ ഇതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് പാറയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയില്ല, നല്ല വെയിലായതുകൊണ്ട്. ഏകദേശം ഒരു 10 മണി വരെയൊക്കെ അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒന്നും വേറെ ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാം നടന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടുപേർക്കും കൂടെ പായസവും കിട്ടി. അപ്പോൾ പിന്നെ വേറെ ഒന്നും പറയാനില്ല, രണ്ടുപേരും കൂടെ അതിലേക്ക് ചാടി വീണു. ദർശുവാണെങ്കിൽ വിടുന്നേ ഇല്ലായിരുന്നു. അവൻ പായസം കഴിച്ച് ഏകദേശം വയറ് അവിടുന്ന് ഫുള്ളായിട്ടാണ് വന്നത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മുടി മൊട്ടയടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാവടി എടുക്കലും കൂടി ഉണ്ട് കേട്ടോ. ഇത് കാവടി എടുക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്, തൈപ്പൂയത്തിൻ്റെ അന്ന് കാവടി എടുക്കുന്ന ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും കൂടെ വരാറുണ്ട് തൈപ്പൂയത്തിന് കാവടി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാറുക്കുട്ടി മുടി മൊട്ടയടിക്കുന്നതുകൊണ്ട് തന്നെ അവളെ കൊണ്ടൊരു കാവടി എടുപ്പിച്ചു. ദർശപ്പനെ കൊണ്ട് എടുപ്പിച്ചിട്ടില്ല കേട്ടോ. അവൾ മുടി മൊട്ടയടിക്കുന്നതുകൊണ്ടാണ് അവളെ കൊണ്ട് എടുപ്പിച്ചത്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചടങ്ങ്. കാവടി എടുത്തതിന് ശേഷമാണ് പിന്നെ ഇതേ മയിൽപ്പീലി കൊണ്ട് ഇങ്ങനെ ഒന്ന് ഒഴിഞ്ഞിടുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ദർശുവിനെ അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ, ഒരു ഒഴിഞ്ഞിടലൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ദേ മുടി ഫുള്ളായിട്ട് എടുക്കുന്നില്ല, ഒരു സത്യത്തിന് വേണ്ടിയിട്ട് ഒരു 2 മുടി എടുത്തിട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് പിന്നെ സലൂണിൽ പോയിട്ടാണ് ഫുള്ളായിട്ട് മുടി മൊട്ടയടിക്കേണ്ടത്. ഫുള്ളായിട്ട് ഇവിടുന്ന് എടുക്കില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പേരിന് വേണ്ടിയിട്ട് 2 മുടി മാത്രം എടുത്തു. അങ്ങനെ അവർ നേരെ സലൂണിലേക്ക് പോയി, ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഈ സലൂണിൽ പോയി വന്നിട്ടുള്ള കാഴ്ചയാണ് മൊട്ടക്കുട്ടി സുന്ദരിക്കുട്ടി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ, ടാറ്റാ.